ഹലോ ഹലോ ജാതകത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ താൻ ഈ സമയം കൊണ്ട് എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയേനെ അവനി. തന്നെയും എന്റെ ബന്ധുക്കളെയും ഓരോ തവണയും ഞാൻ വഞ്ചിച്ചോണ്ടിരിക്കുകയല്ലേ. ഒന്ന് വേഗം പോകുന്നുണ്ടോ? കത്തിച്ചു വിടളിയാ, കത്തിച്ചു വിട്. ഇനി കത്തിച്ച റോഡിൽ നിൽക്കില്ല ആളിയാ, എയറിലായിരിക്കും. ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാലോ, അങ്ങ് പറപ്പിക്കളിയാ. എന്നാ അളിയൻ വന്ന് ഡ്രൈവ് ചെയ്യ. അത് വേണ്ടളിയാ, നീ വിട്ടോ വിട്ടോ വിട്ടോ. അമ്മമ്മയും മുത്തശ്ശനും യാഗം ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇന്നലെ രാത്രി ലക്കിലി കേട്ടതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ ആ യാഗം എന്തിനാണെന്നും ആർക്കു വേണ്ടിയാണെന്നും മനസ്സിലാക്കാൻ നമുക്കിങ്ങനെ ഇറങ്ങാൻ കഴിയില്ലായിരുന്നു. റൂമിലിരുന്ന് സംസാരിച്ചാ ആരും ഒന്നും കേക്കില്ലെന്ന് കരുതി കാണും ചിലപ്പോ. എല്ലാ ചുവരിലും നമ്മുടെ ചെവികളുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. എന്താണെങ്കിലും ശരി, ഇന്ന് ആ യാഗത്തിന്റെ ലക്ഷ്യവും രഹസ്യവും എന്താണെന്നറിയണം. അമ്മേ, സമയം ഏതാണ്ടായിരിക്കണു. യാഗത്തിൽ ഇരിക്കാനുള്ള വ്യക്തി എത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ? സുജാതയ്ക്ക് ഫോൺ ചെയ്യാന്ന് വെച്ചാ അവളുടെ നമ്പർ പോലും നമ്മുടെ അടുത്തില്ല. ഇനി എന്താ ചെയ്യാ? ഈ നേരത്തെ എത്തേണ്ടതാണല്ലോ. അല്ല, ആവിനി ഇങ്ങോട്ട് പോയി. അമ്പലം ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? സത്യം അറിയാതെ അച്ഛനും അമ്മയും അവരുടെ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം അറിയുന്ന എനിക്കാണെങ്കിൽ ആ പ്രയത്നങ്ങൾ തടയാനും ആവുന്നില്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ശ്രീകരേട്ടന്റെ കല്യാണത്തിനു വേണ്ടി നടത്താൻ പോകുന്ന ഈ യാഗത്തില് അദ്ദേഹമാണ് ഇരിക്കേണ്ടത്. മറ്റൊരു വ്യക്തി ഇരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് കുത്തി കുത്തി ചോദിക്കാനും വയ്യ. ശരിക്കും അവൾ ആരാ? അവൾ എന്തിനായിരിക്കും ആ യാഗം ചെയ്യാൻ വരുന്നത്? എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിക്കാൻ, എനിക്ക് മനഃശാന്തി പ്രസാദിക്കാൻ. വരൂ. വന്നില്ല ചേട്ടൻ.
संहारः सकललोकाय सर्वभूताय सत्य साक्षात्करा ॐ शिवोऽहम् रुद्रनामं भजेऽहम् വാ മോളെ, മോള് വന്നല്ലോ. മോള് വൈകിയോണ്ട് ഞങ്ങളുടെ ടെൻഷനായി. തിരുമേനിയും ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ. വാ മോളെ. ഒരു മോളെ. തിരുമേനി പറഞ്ഞോളൂ. പൂജയ്ക്കിരിക്കാൻ പോകുന്നത് ഈ പെൺകുട്ടിയാണ്. മറ്റാരുമല്ലെന്നേ, എന്റെ ചേട്ടന്റെ സ്വന്തം മോള. ഇടയ്ക്ക് ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങള് അവളുടെ കണ്ണീരിന് കാരണമായി. ഞങ്ങളെടുത്ത ആ തീരുമാനം 1000 പേരുടെ നല്ലതിനാണെങ്കിലും ഞങ്ങളുടെ സുജാതയ്ക്കത് സങ്കടമാ കൊടുത്തത്. ഈ യാഗം കൊണ്ട് എല്ലാവർക്കും നല്ലതുണ്ടാകണം. എല്ലാം നല്ലപടി തന്നെ നടക്കും. ആ പീഠത്തിലേക്ക് ഇരുന്നോളാം മോളെ. ഇരിക്കും മോളെ. അങ്ങോട്ട് ഇരുന്നോളാ. ഇരിക്കും മോളെ. ഇരിക്കുക മോളെ. ഇരുന്നതിന് ശേഷം നീ ഈ കങ്കണം ധരിച്ചോളാ. എങ്കിലേ യാഗം തുടങ്ങാൻ പറ്റൂ. ഇരുന്നോളൂ മോളെ. എന്താ ഇത്ര ആലോചിക്കണേ? ഈ യാഗം നടന്നു കഴിഞ്ഞാ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങളുടെ ഇളയ മകന്റെ കല്യാണം നടക്കും. അങ്ങനെയല്ലേ? അതെ മോളെ. നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കരുതെന്നും നിങ്ങളുടെ കുടുംബം സർവനാശമായി പോണമെന്നും വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാ ഞാൻ. ഞാൻ ഈ യാഗത്തിൽ വന്നിരിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ ഈ യാഗത്തിൽ ഇരിക്കില്ല. നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെങ്കിൽ എന്റെ ശ്വാസം പോകുമെന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിധത്തിലുള്ള സഹായവും ഞാൻ ചെയ്യില്ല. അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? ഇന്നലെ നീ സമ്മതിച്ചതല്ലേ, പിന്നെ ഇപ്പൊ എന്താ? എല്ലാ ഒരുക്കങ്ങളും ചെയ്തതിനു ശേഷം വാക്ക് മാറ്റുന്നത് എന്താ മോളെ? എന്താ എന്റെ കാര്യത്തിൽ അപ്പൊ നിങ്ങൾ വാക്ക് മാറ്റിയതോ? എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് നിങ്ങൾ അന്ന് തെറ്റിച്ചതുകൊണ്ടല്ലേ അവര് ഞങ്ങളെ വിട്ടുപോയത്? നിന്റെ അനിയത്തി പറഞ്ഞതുകൊണ്ട് സമ്മതിച്ചു. ഇപ്പൊ എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? എന്റെ അനിയത്തി വളരെ നല്ലൊരു കുട്ടിയാ. അതുകൊണ്ട് അവളോട് ഞാൻ ഇതുവരെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ അന്യായം ചെയ്തു എന്ന് അറിഞ്ഞാലും അവള് നിങ്ങളോട് കരുണ കാണിക്കും. അവസാന നിമിഷം മോളിങ്ങനെ പറയുന്നത് ശരിയല്ല മോളെ. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ മരുമകളാക്കുമെന്ന് പറഞ്ഞില്ലേ അന്ന്? ഞാൻ ജനിച്ച ശേഷം ജാതകം വിലങ്ങ് വെച്ച് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്തതൊക്കെ ന്യായമാണെന്നാണോ? ഞാൻ വരുന്നില്ലെന്ന് ഇന്നലെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലെ മുറിവിന്റെ വേദന എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ അറിയില്ല.
അനാവശ്യ ആശ കൊടുത്ത് അവസാന നിമിഷം കൈ വളർത്തി കാണിച്ചാലേ നിങ്ങൾക്ക് ആ വേദന എന്താണെന്ന് മനസ്സിലാവും. ഞാൻ അതിനു വേണ്ടിയാ വന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മരുമകളെ ഈ ജന്മം കിട്ടില്ല. ഒരു വിധത്തിൽ ഒരു മരുമകൾ വരാതിരുന്ന പരോക്ഷമായിട്ട് നിങ്ങൾ ആ പെൺകുട്ടിയെ സഹായിക്കുന്നത് പോലെയാകും അത്. സ്വാർത്ഥപൂരിത ബന്ധങ്ങൾക്ക് നടുവിൽ ഒരു പാവം വന്ന് പെട്ട നരകം കാണിക്കില്ലേ നിങ്ങള്? നിങ്ങളോട് രണ്ടു പറയാൻ വേണ്ടിയാ ഞാൻ ഈ യാഗത്തിന് വന്നതുപോലും. സഹകരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. മോളെ മോളെ സുജാത, മോളെ പോകാം മോനെ. അവൾ എന്തെങ്ങനെ ചെയ്തതേട്ടാ? നമ്മൾ ഇനി എന്താ ചെയ്യാ? തിരുമേനിയോട് തന്നെ ചോദിക്കാൻ വേദ. വരൂ. നടന്നതെല്ലാം കണ്ടതല്ലേ. ഇനി യാഗം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ തിരുമേനി. ഒരു കാരണവശാലും ഈ യാഗം മുടങ്ങാൻ പാടില്ല തിരുമേനി. ഇപ്പോ മറ്റൊരു മാർഗമുണ്ട്. പറയൂ, പറഞ്ഞോളൂ. നിങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, നിങ്ങളുടെ ശ്രേയസ് മുഖ്യമെന്ന് കരുതുന്ന ഒരു പെൺകുട്ടി, അതും ഒരു കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ യാഗത്തിന് ഇരുത്തുന്നതില് ശാസ്ത്രം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്നോളൂ. നമ്മുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, അതും കല്യാണം കഴിയാത്ത ആരും ഉള്ളതേട്ടാ? ചേച്ചി, എന്താ കാവ്യ? ശ്രീകരേട്ടന്റെ അവനിയുടെ ഇടയ്ക്ക് എന്ത് റിലേഷനാ ഉള്ളത്? അമ്മമ്മയുടെയും മുത്തശ്ശന്റെയും അടുത്ത് എന്ത് രഹസ്യമുള്ളതെന്ന് ആലോചിക്കുന്നതല്ലാതെ എന്റെ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? അവര് ചെയ്യുന്ന കാര്യങ്ങൾക്കും നിന്റെ കല്യാണത്തിനും കണക്ഷൻ ഉണ്ട് കാവ്യ. അതുകൊണ്ട് നമ്മൾ അവരെ തമ്മി പിരിക്കണം. അൾട്ടിമേറ്റ്ലി നീ വേദവതിയുടെ വീട്ടിലേക്ക് മരുമകളായി വരുന്നത് തന്നെയാ എന്റെ ലക്ഷ്യം. എന്നെങ്കിലും ഒരിക്കൽ ഇതൊക്കെ നടക്കുമെന്നുള്ള ധൈര്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടാ കുറച്ചെങ്കിലും മനസമാധാനത്തോടെ ഇരിക്കുന്നത്. എന്റെ ഭാര്യ എങ്ങനെ പറയുന്നോണ്ട് കൊറേ സമയം വേസ്റ്റ് ആക്കിയില്ലേ? ഒന്ന് പെട്ടെന്ന് നടത്തി താഴെ എന്റെ പെങ്ങളെ, എന്റെ മകളുടെ കല്യാണം. ചില കാര്യങ്ങളിൽ നമ്മൾ തിരക്ക് കൂട്ടിയാ ഒന്നും നടക്കില്ല. സമയവും അനുകൂലമാവണം. ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കാവ്യയെ ആവശ്യം ഉണ്ടാവും. അപ്പൊ കാണിച്ചു കൊടുക്കാം നമ്മൾ ആരാണെന്ന്. ആ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മാറിക്കഴിഞ്ഞാ അവരെന്ത് കരുതും? അവിടേക്ക് പോകാതെ വേറെ വഴിയില്ല. അല്ല, മോള് വന്നിട്ട് എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒന്നുമില്ല അമ്മേ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. യാഗം കഴിഞ്ഞോ? ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകട്ടെ? ഇനിയും തുടങ്ങിയിട്ടില്ല മോളെ. മോൾ അങ്ങനെ പോവരുത്. ആരെയോ അമ്മ കാത്തിരിക്കുകയായിരുന്നല്ലേ, അവര് വന്നോ? വന്നു മോളെ. ഞങ്ങളോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി.
ഞങ്ങൾ എന്തോ ചതി കാണിച്ചെന്നാ അവള് കരുതുന്നത്. പക്ഷേ അവള് ഞങ്ങളോട് വലിയൊരു ചതി കാണിച്ചുകൊണ്ടാ മോളെ പോയത്. അതായത് ഇപ്പോ യാഗം നടക്കുന്നത് നടക്കില്ല എന്നല്ലേ? ഭഗവാനെ, എന്റെ പ്രാർത്ഥന കേട്ട് ഈ യാഗം തടഞ്ഞല്ലോ. നിനക്ക് ശതകോടി വന്ദനങ്ങൾ. മുടങ്ങിയതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതും വിഷമിക്കുന്നതും വെറുതെ അല്ലേ അമ്മേ? നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനിവിടെ നിന്ന് എങ്ങനെയും ഓഫീസിലേക്ക് പോയിക്കോളൂ. എന്ന് പോയി വരാമേ. നിക്ക് മോളെ. വീട് വരെ കൂടെ വരണമെന്നാണോ? ഞങ്ങളുടെ വീടിന് വേണ്ടി മോളൊരു കാര്യം ചെയ്യണം. എല്ലാ പ്രശ്നങ്ങൾക്കും 2 പരിഹാരങ്ങളുണ്ടാകും മോളെ. ഞങ്ങള് വിശ്വസിച്ച പെൺകുട്ടി ഞങ്ങളെ ഒരു നടുക്കടലിലിട്ട് ഉപേക്ഷിച്ചു പോയാലും യാഗം പൂർത്തിയാക്കാനായി ദൈവം മറ്റൊരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തേ പറയുന്നേ? പൂജാരി ഇപ്പോ മറ്റൊരു മാർഗം പറഞ്ഞു മോളെ. എന്താ അത്? ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിയെ കൊണ്ട് ഈ യാഗം നടത്താമെന്ന്. ഞങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്നവരിൽ ആദ്യം മോളല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് മോള് ദയവ് ചെയ്ത് യാഗത്തിനിരിക്കണം. അതുകൊണ്ട് നീ യാഗം പൂർത്തിയാക്കിയാൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും. ശ്രീകരന്റെ കല്യാണം നടക്കുമ്പോളെ വരും മോളെ. ഞാൻ വരില്ല അമ്മേ. ഞാൻ യാഗത്തില് ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പറ്റില്ല? നിന്റെ വിവാഹം കഴിഞ്ഞു. നിന്റെ കഴുത്തിൽ എന്താ താലിയുണ്ടോ? നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നും കഴുത്തിൽ താലിയില്ലെന്നും ഉത്സവത്തിന്